മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ നടക്കാനിരിക്കെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. മുൻ മന്ത്രിസഭയിലെ BJP നേതാക്കൾ തുടരും എന്നാണ് സൂചന. TDPയും JDUവും ഓരോ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. സ്പീക്കർ പദവിയിൽ ധാരണയായിട്ടില്ല ഇതുവരെ. നാളെ വൈകിട്ട് 7:15 രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഘടകകക്ഷി മന്ത്രിമാരും അധികാരമേൽക്കും. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. രാധാകൃഷ്ണൻ, നരേന്ദ്രമോദിയുടെ മൂന്നാം ഊഴമാണ്. പക്ഷേ ഇത്തവണ ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കി മാത്രമേ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ആയോ? നാളെ വൈകിട്ട് 7:15 രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ എന്ന വിവരങ്ങൾ വരുന്നു. ആരൊക്കെയായിരിക്കും മന്ത്രിമാർ, ആരൊക്കെയായിരിക്കും അധികാരമേൽക്കുക? എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ഗോപി, നാളെ വൈകിട്ട് 7:15 സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ രാഷ്ട്രപതി ഭവനിൽ തകൃതിയായിട്ട് പുരോഗമിക്കുകയാണ്. 7000 മുതൽ 8000 പേരെ വരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിധത്തിലാണ് ഫോർകോർട്ടിലെ ഇതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുങ്ങുന്നത്. ഇതിനകം ഇക്കാര്യങ്ങൾ വിലയിരുത്തി സെൻട്രൽ PWDക്കാണ് ഇതിൻ്റെ ഒരുക്കങ്ങളുടെ ചുമതല. അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ട്. ലഭ്യമായ സൂചനകൾ അനുസരിച്ച് സമൂഹത്തിൻ്റെ നാനാതുറകളിൽ പെടുന്ന ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്ഷണിതാക്കളുടെ പട്ടികയാണ് ഇപ്പോൾ ഈ ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സത്യപ്രതിജ്ഞ എന്ന സന്ദേശം നൽകുന്ന വിധത്തിൽ ഏതാണ്ട് 52ഓളം മതപുരോഹിതന്മാരെ ഉൾപ്പെടെ, വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെടുന്ന മതപുരോഹിതന്മാരെ ഒക്കെ ഉൾപ്പെടെ ആണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. മന്ത്രിമാരെ സംബന്ധിച്ചിട്ടുള്ള ഏകദേശ ധാരണ ആയിക്കൊണ്ടിരിക്കുന്നു. ആകെ 57 മന്ത്രിമാരാകും നരേന്ദ്രമോദിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുക എന്നാണ് ഇപ്പോഴത്തെ സൂചന. അതിൽ ചില ഏറ്റക്കുറച്ചിലുകൾ, കൊച്ചു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ഈ ഘടകകക്ഷികളുടെ മന്ത്രിമാരുടെ എണ്ണം സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ ഇന്ന് വൈകിട്ടോടുകൂടി മാത്രമേ ഒരു നിശ്ചയം ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിലാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനം ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, 12 മുതൽ 15 വരെ മന്ത്രിപദങ്ങളായിരിക്കും ഘടകകക്ഷികൾക്ക് വേണ്ടി BJP മാറ്റിവെക്കുക എന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. ഇതിൽ TDPക്ക് ഒരു ക്യാബിനറ്റ് മന്ത്രി പദവിയും ഒരു സഹമന്ത്രി പദവിയുമാണ് ഇപ്പോൾ അന്തിമമായിട്ട് BJP വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരു ക്യാബിനറ്റ് മന്ത്രി പദവി, ഒരു സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി പദവി, മറ്റൊരു സഹമന്ത്രി പദവി എന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറാനും സാധ്യതയുണ്ട്. ഒപ്പം ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ പേര് പരിഗണിക്കുന്ന ഘട്ടത്തിൽ TDPയുടെ പേര് പരിഗണിക്കാം എന്ന ഒരു ഉറപ്പ് BJPയുടെ ഭാഗത്ത് നിന്ന് നൽകുകയും ചെയ്തിട്ടുണ്ട്. JDUവിന് ഒരു ക്യാബിനറ്റ് പദവും 2 സഹമന്ത്രി പദവുമാണ് അവർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരു സഹമന്ത്രി പദം കൊണ്ട് തൃപ്തിപ്പെടേണ്ട വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. LJPക്കും JDSനും ഒരു സീറ്റ് വീതമായിരിക്കും, അല്ലെങ്കിൽ ഒരു മന്ത്രിപദമായിരിക്കും ലഭ്യമാവുക. അതിൽ ഒരു ക്യാബിനറ്റ് പദവിയോ ഒരു സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി പദവിയോ അങ്ങനെയായിരിക്കും നൽകുക. ചിരാഗ് പാസ്വാൻ LJPയിൽ നിന്നും JDSൽ നിന്ന് കുമാരസ്വാമിയും സത്യവാചകം ചൊല്ലും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ശിവസേനയെ സംബന്ധിച്ച് ശിവസേന NCP പാർട്ടികൾക്ക് ഒരു ക്യാബിനറ്റ് പദവി, അത് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രി എന്ന രീതിയിലുള്ള പദവി നൽകാം എന്നുള്ള ഒരു വാഗ്ദാനമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഈ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഇന്ന് വൈകിട്ടോടുകൂടിയായിരിക്കും പൂർത്തിയാക്കുക. അതിനുശേഷം ആ ലിസ്റ്റ് പ്രധാനമന്ത്രി ഈ രാഷ്ട്രപതിയുടെ ഓഫീസിനെ കൈമാറും. നിയുക്ത പ്രധാനമന്ത്രി എന്ന് നമുക്കിപ്പോൾ പറയാം. ഇപ്പോൾ കാവൽ പ്രധാനമന്ത്രിയെ തുടരുകയാണ്. അദ്ദേഹം രാഷ്ട്രപതി ഭവന് കൈമാറും. തുടർന്നായിരിക്കും ഈ സത്യപ്രതിജ്ഞയിലേക്ക് അംഗങ്ങളെ ക്ഷണിച്ചുകൊണ്ട് രാഷ്ട്രപതി ഭവൻ നടപടികൾ സ്വീകരിക്കുന്നത്. സുരേഷ് ഗോപി, കേരളത്തെ പ്രതിനിധീകരിച്ച് സുരേഷ് ഗോപി മന്ത്രിസഭയിൽ അംഗമാകുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ന്യൂനപക്ഷ പ്രാതിനിധ്യം ഉറപ്പിക്കുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള ചില പേരുകൾ പരിഗണിക്കുന്നുണ്ടെന്ന് അറിയുന്നു. അക്കാര്യത്തിൽ അന്തിമമായിട്ടുള്ള തീരുമാനമായിട്ടില്ല. ഏതായാലും വനിതകൾക്കും പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും പ്രാതിനിധ്യം നൽകുന്ന വിധത്തിലുള്ള ഒരു മന്ത്രിസഭാ രൂപീകരണമാണ് ലക്ഷ്യമിടുന്നത്. ഈ അതായത് വനിതകൾക്കും യുവാക്കൾക്കും അതുപോലെ തന്നെ പുതുമുഖങ്ങളും ഉണ്ടാകുന്ന ഒരു മന്ത്രിസഭയായിരിക്കും രൂപീകരിക്കാൻ പോകുന്നത് എന്നാണ് രാധാകൃഷ്ണൻ നൽകുന്ന റിപ്പോർട്ട്. നേരത്തെ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞത് ഈ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം TDPക്ക് നൽകുന്നതിനെ കുറിച്ച് ഒരു ആലോചനയുണ്ടെന്നാണ്. സ്വാഭാവികമായും എനിക്ക് തോന്നുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിനല്ലേ നൽകാറുള്ളത്, അങ്ങനെയല്ലേ കീഴ്വഴക്കം? ഗോപി, ആ കീഴ്വഴക്കങ്ങളൊക്കെ കഴിഞ്ഞ 2 തവണയായിട്ട് മാറ്റിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യം
ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണയും ഇനി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വേണമെന്ന് ഒരുപക്ഷെ ഈ പ്രതിപക്ഷത്തിന് ആ സ്ഥാനത്തിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടാം. പക്ഷേ അത് നൽകണമോ വേണ്ടയോ എന്നുള്ളത് ഒരുപക്ഷെ ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക. ആ വിധത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ TDP ഉറച്ചു നിൽക്കുകയാണ്, തങ്ങൾക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വേണമെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ഒരു ചർച്ച ഉണ്ടാകാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല. ഏതായാലും ഈ വിഷയത്തിൽ അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ ആലോചിക്കാം എന്നൊരു ഉറപ്പ് മാത്രം നൽകി മുന്നോട്ട് പോകാനായിട്ട് രാധാകൃഷ്ണനാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് നാളെ രാത്രി 7:15 രാഷ്ട്രപതി ഭവനിലാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. 3ാം വട്ടവും അധികാരത്തിലേക്ക് എത്തുകയാണ്. പുതുമുഖങ്ങളും വനിതകളും അതോടൊപ്പം തന്നെ കൂടുതൽ യുവാക്കളും അടങ്ങുന്നതായിരിക്കും, അവർക്ക് അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കപ്പെടുന്നതായിരിക്കും പുതിയ മന്ത്രിസഭ എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ രാധാകൃഷ്ണന്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.